viewers, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശരവണ ഭവൻ സ്റ്റൈൽ കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളക്കടല ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടല എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. കടല കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ കടല നന്നായി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കടല വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്തെടുത്ത ശേഷം വഴറ്റിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 15 കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും എരിവിന് വേണ്ടി 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ഗ്രാമ്പുവും ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി അരച്ചെടുക്കാം. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ കടല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടല ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം
തിളച്ച് വരുമ്പോൾ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഞാനിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ശരവണ സ്റ്റൈൽ വെള്ളക്കടലക്കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.